ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ അനുജന്മാരെ, അനുജിതമാരെ, വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി നല്ലൊരു ദിശാബോധം ഉണ്ടാകുവാൻ വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധൻ്റെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എഴുതുവാൻ പോകുന്ന പരീക്ഷകളെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂകളെ, നിങ്ങൾ പോകുവാൻ പോകുന്ന രാജ്യങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധൻ്റെ മാതൃശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ദിശാബോധം തന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും, അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. ദുർഘടമായ പ്രദേശത്തെ ദൈവം നിരപ്പാക്കും. നമ്മൾ അനുഭവിക്കുന്ന ചില തടസ്സങ്ങളും പ്രതിസന്ധികളുമെല്ലാം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ക്രമീകരിക്കുവാൻ തരും. കണ്ണ് കാണാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അന്ധനെപ്പോലെ നമ്മൾ വിഷമിപ്പിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായിട്ട് കടന്നു വരും. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി കടന്നു വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ഇരുണ്ട പ്രദേശങ്ങളെയും, എല്ലാ ഇരുട്ടിനെയും ദൈവം മാറ്റി നമ്മുടെ ജീവിതത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കാതെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നമ്മുടെ കൈ പിടിച്ച് നടത്തുന്ന ഒരു അനുഭവം നമ്മളിലേക്ക് വരട്ടെ. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല ദിശാബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എന്ത് പഠിക്കണം, എന്ത് ബിസിനസ് ചെയ്യണം, എങ്ങനെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഏത് സ്വപ്നത്തെ ആത്യന്തികമായി തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരുപാട് കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നല്ലൊരു വഴി, ദൈവികമായ ഒരു വഴി തുറന്നു തന്ന് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു, ഒരുപാട് വീടുകളുണ്ടായിരുന്നു. അതിനെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കായിട്ട് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആയിരം ആളുകൾ അവരുടെ കുറേ സർട്ടിഫിക്കറ്റുകൾ, അവരുടെ പാസ്പോർട്ടുകൾ, അവരുടെ വിലയേറിയ ചില രേഖകൾ ആൾക്കാരുടെ കയ്യിലായിപ്പോയിട്ടുണ്ട്. ചില സ്ഥാപനങ്ങളിലായിപ്പോട്ടെ, ചില ബാങ്കുകളായിപ്പോട്ടെ. വീടിൻ്റെ ആധാരങ്ങൾ, സ്ഥലത്തിൻ്റെ ആധാരങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പഠനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം പഠന ഇടപാടിൻ്റെ പേരിൽ കുടുങ്ങിപ്പോയ ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ വിലപിടിപ്പുള്ള എല്ലാ രേഖകളും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി. നിങ്ങളെ ലോണിലായിരിക്കുന്ന നിങ്ങളുടെ വീടിൻ്റെ ആധാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വീടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വാഹനങ്ങളെ ആർസ്യമായി ഒക്കെ പണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവരെ കരങ്ങളിലായി പോയിട്ടുണ്ട്. ഇതെല്ലാം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നേരായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതെല്ലാം തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങളുമായി മാറി നിൽക്കുന്ന, നിങ്ങളുമായി സ്നേഹബന്ധം വേണ്ടെന്ന് നിൽക്കുന്ന, മാറി നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പറ, ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടെ. വിശുദ്ധ അന്തോണിസിൻ്റെ ശവക്കല്ലറ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതിരുന്നു. ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ നാവ്, മറ്റുള്ളവരെക്കുറിച്ച് ഒരു ദോഷം പോലും പറയാതിരുന്ന അദ്ദേഹത്തിൻ്റെ നാവ് അഴിയാതിരുന്നു. അതുപോലെ അഴുകാതിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളുമായിട്ട് മാറി നിൽക്കുന്ന ചില ആൾക്കാരോട്, നമ്മളുമായിട്ട് സ്നേഹബന്ധമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് ഒരു ദോഷവും പറയാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നാളുകളിൽ അവരെല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് തരും. അതുകൊണ്ട് നമ്മളെല്ലാവരും വിശുദ്ധ അന്തോണിസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഒരു നല്ല ദിശാബോധം തന്ന് ദൈവം നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലായ നിരാശകളും വേദനകളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും അപമാനങ്ങളും എല്ലാം മാറ്റി ദൈവം നമ്മുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണിസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണിസെ, എനിക്ക് എൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ ദിശാബോധം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് പ്രാർത്ഥനയോടെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും അതനുസരിച്ച് നല്ല പഠന മേഖല തിരിച്ചറിയുവാനും എന്നെ സഹായിക്കണമേ. നമുക്ക് മൗനമായി നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഇപ്പോൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ രോഗികളായിട്ട് എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണിസിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, ദൈവവചനം കൊണ്ട് നമ്മുടെ നാവിനെയും നമ്മുടെ ശരീരത്തെയും നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സമർപ്പിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ഈ നിയോഗങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ നടത്തിത്തരണമേ. ജീവിതക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു സായങ്കാലവും നല്ല രാത്രിയും നിങ്ങൾക്ക് നേരുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ദൈവം നമ്മളെല്ലാവരും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ ദൈവം സംരക്ഷിക്കട്ടെ. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ്ങിൽ നമുക്ക് പ്രാർത്ഥനയും നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.